ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു പനീർ റെസിപ്പിയാണ്, ചില്ലി പനീർ. അപ്പോൾ ഒട്ടും ലേറ്റ് ആകാതെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 200 ഗ്രാം പനീർ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച് തണവൊക്കെ മാറിയ പനീറാണിത്. 2 മീഡിയം സൈസ് സവാളയും ഒരു ഗ്രീൻ ക്യാപ്സിക്കവും ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, 10 ചുള വെളുത്തുള്ളി, 4 എരിവുള്ള പച്ചമുളക് എന്നിവ വളരെ ചെറുതായി ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഒനിയൻ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, നല്ലെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിൽ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ പനീർ 1/4 ടീസ്പൂൺ ഉപ്പും, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ സോയാ സോസിൽ നിന്ന് 1 ടീസ്പൂൺ മാത്രം സോയാ സോസും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ പനീർ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിൽ 4 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ എല്ലാം ഇട്ടുകൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പനീറിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. എണ്ണയിൽ മസാല ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി മാറ്റിയെടുക്കണം. പനീർ വെറുതെ ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചില്ലി പനീർ നല്ല ടേസ്റ്റി ആകും. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഇതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. ഇത് 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വരുന്നവരെ വീണ്ടും ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടി കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി നല്ല സിൽക്കി ആയി കിട്ടും. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആക്കണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചില്ലി പനീർ റെഡി. അവസാനമായി സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ഇട്ടുകൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ സവാളയും ക്യാപ്സിക്കവും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബായി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സവാളയും ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞ് ചേർത്തപ്പോഴാണ് ചില്ലി പനീർ കൂടുതൽ ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുമായി തോന്നിയത്. അപ്പോൾ നമ്മുടെ നല്ല ഡെലീഷ്യസ് ആയ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസി ആണല്ലേ ഇതുണ്ടാക്കാൻ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ചപ്പാത്തിയുടെയോ നാനിൻ്റെയോ ഗീ റൈസിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെയോ ഒക്കെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.